ആശാ വർക്കർമാരുടെ സമരം നിയമസഭയിൽ ചർച്ച ചെയ്യുന്നതിന് സർക്കാരിന് ഭയം എന്തിനെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. എന്നാണ് സമരങ്ങൾ സിപിഎമ്മിന് അലർജിയായതെന്ന് മുഖ്യമന്ത്രി പറയണം. തെറ്റായ കണക്കുകൾ നിരത്തിയാണ് ആശാ വർക്കർമാരുടെ സമരത്തെ സർക്കാർ നേരിടുന്നതെന്നും നിയമസഭാ മീഡിയ റൂമിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ആശാ വർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നിയമസഭയിൽ അടിയന്തര പ്രമേയം ഉന്നയിച്ചത്, നോട്ടീസ് അവതരിപ്പിച്ചത്. എന്നാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ബഹുമാന്യനായ സ്പീക്കറുടെ ഭാഗത്തു നിന്നും വളരെ തെറ്റായ ഒരു സമീപനമാണ് ഉണ്ടായത്. ഇതിന് മറുപടി പറഞ്ഞ ആരോഗ്യമന്ത്രി തെറ്റായ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് അവരുടെ നിലപാടിനെ ന്യായീകരിക്കാനാണ് ശ്രമിച്ചത്. മറ്റുള്ള സംസ്ഥാനങ്ങളുമായിട്ടാണ് കേരളത്തിലെ ആശാ വർക്കർമാരെ താരതമ്യപ്പെടുത്തിയത്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും കേരളത്തിലെ ആശാ വർക്കർമാർ ചെയ്യുന്നത് പോലുള്ള ജോലിയും അസൈൻമെൻറ്റും മറ്റൊരു സംസ്ഥാനത്തും ഇല്ല. 12 മണിക്കൂറും 14 മണിക്കൂറുമാണ് അവർ ജോലി ചെയ്യുന്നത്. ഞാൻ നിയമസഭയിൽ അവർ ചെയ്യുന്ന ജോലി ഭാരത്തെക്കുറിച്ച് വിശദമായി ഞങ്ങൾ ഇവിടെ സംസാരിക്കുകയുണ്ടായി. എന്നിട്ടും അവർക്ക് ഈ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഗവൺമെൻറ് തയ്യാറാവുന്നില്ല. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ നോട്ടീസ് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് LDFിൻ്റെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് ഈ മിനിമം കൂലി ആയിട്ട് വർദ്ധിപ്പിക്കും, 700 രൂപയായിട്ട് ഇത് വർദ്ധിപ്പിക്കും എന്നുള്ള വാഗ്ദാനമുണ്ട്. എന്നിട്ട് പോലും അവരതിനോട് നിഷേധാത്മകമായ സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഞങ്ങൾ പാർലമെൻറ്റിൽ നമ്മുടെ എം പിമാർ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായി സിക്കിമിൽ 10,000 രൂപയുണ്ട്, ആന്ധ്രയിൽ 10,000 രൂപയുണ്ട്, അതുപോലെ കർണാടകത്തിൽ മുഖ്യമന്ത്രി അവർ സമരം നടത്തിയപ്പോൾ അവരെ വിളിച്ച് ചർച്ച ചെയ്ത് 10,000 രൂപ ഓണറേറിയമായി വർദ്ധിപ്പിക്കുകയും ഹെൽത്ത് കമ്മീഷണറെ വിട്ട് അവർ സമരം ചെയ്തിരുന്ന പാർക്കിൽ പോയി ഹെൽത്ത് കമ്മീഷണർ അനൗൺസ് ചെയ്യുകയും ചെയ്തു. മാത്രമല്ല, കർണാടക മുഖ്യമന്ത്രി പറഞ്ഞത് അടുത്ത പ്രീ ബജറ്റ് ഡിസ്കഷനിൽ ഇവരുടെ പ്രതിനിധികളെ കൂടി പങ്കെടുപ്പിച്ച് കൂടുതൽ ആനുകൂല്യങ്ങൾ കൂടി അവർക്ക് നൽകുന്ന കാര്യം ആലോചിക്കാം എന്നാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആശാ വർക്കർമാർ ജോലി ചെയ്യുന്നത്, കഷ്ടപ്പെടുന്നത്, കൂടുതൽ ജോലി സമയമുള്ളത് രാത്രി വീട്ടിൽ ചെന്നാൽ പോലും അവർക്ക് വിശ്രമമില്ലാത്ത തരത്തിൽ ജോലി ചെയ്യുകയാണ്. 10 കൊല്ലം മുമ്പ് ഇപ്പോൾ ഈ സമരത്തെ തള്ളിപ്പറയുന്ന CITU നേതാവ് എളമരംകരിയും തന്നെ ഈ നിയമസഭയിൽ 10 വർഷം മുമ്പ് 2014 ഇവരുടെ ഓണറേറിയം 10,000 രൂപയാക്കി വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്.